കഴിഞ്ഞ കുറേ കാലമായി ഞാനടക്കമുള്ള ബഹുഭൂരിപക്ഷം പേർക്കും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ RSSന്റെ നേതാക്കളെ കാണുകയോ ഇല്ലെങ്കിൽ RSSുമായി എന്തെങ്കിലും തരത്തിലൊരു ബന്ധം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതേതോ വലിയ അപരാധമെന്ന മട്ടിലാണ് മാധ്യമങ്ങൾ വാർത്ത ചമയ്ക്കുന്നതും വലിയ രീതിയിൽ അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വരുന്നതും. ഈ രാജ്യം ഒസാമ ബിൻ ലാദനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് കവിത രചിച്ച നാടാണ്. ഒപ്പം സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ഹർത്താൽ നടന്ന നാടാണ്. ഈ അടുത്ത സമയത്ത് ഹമാസ് ഈ ഇസ്രയേൽ കടന്നു കയറി പിഞ്ചുകുട്ടികളെ ഉൾപ്പെടെ കൊന്നൊടുക്കിയപ്പോൾ അതിനെ പരസ്യമായും രഹസ്യമായും പോസ്റ്റിട്ട് രസിച്ചിരുന്നവരാണ്. പിന്നീട് ഇരവാദം പറഞ്ഞ് എത്തിയിരുന്നവരാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യുമ്പോൾ വസന്തം വന്നുവെന്ന് പത്രത്തിൻ്റെ വലിയ തലക്കെട്ട് നൽകിയ വിദ്വാൻമാരുള്ള നാടാണ്. ഈ നാട്ടിലാണ് കഴിഞ്ഞ 100 വർഷമായി ഈ രാജ്യത്ത് പടർന്നു പന്തലിച്ചൊരു വലിയ സംഘടനയും ആ സംഘടനയുടെ നേതാക്കളുമൊക്കെ ഭീകരവാദികളെക്കാൾ വലിയ മോശമായ അവസ്ഥയിൽ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള മാധ്യമ പ്രവർത്തനവും ഒപ്പം തന്നെ പ്രതികരണങ്ങളും. ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇന്ന് ശ്രീമാൻ VD സതീശൻ പറഞ്ഞൊരു കാര്യം, ദത്താത്ര ഹൊസബാള എന്ന RSSന്റെ മുതിർന്ന പ്രചാരകനെ RSSന്റെ ഈ ക്യാമ്പിൽ വെച്ച് നമ്മുടെ ADGP കണ്ടു എന്നുള്ള വാർത്തയാണ്. അത് കാണുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്ന് മനസ്സിലാകുന്നില്ല. കാരണം RSS ലോകത്തെങ്ങും ഒരു ഭീകരവാദ സംഘടനയല്ല, ഇല്ലെങ്കിൽ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഒരിടത്തും അവരെ കാണുന്നതിന് ഒരു ഉദ്യോഗസ്ഥന്മാർക്കും വിലക്കില്ല, ഇല്ലെങ്കിൽ അവർക്ക് കാണുന്നതിനും വിലക്കില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും RSSന് ശാഖകളുണ്ട്. പല രാജ്യങ്ങളിലും അത് പ്രവർത്തിക്കുന്നുമുണ്ട്. അവിടെയും പോയിട്ട് കുമ്പിട്ട് നിൽക്കേണ്ടതോ ഇല്ലെങ്കിൽ അവർ വന്ന് കുമ്പിട്ട് നിൽക്കേണ്ടതോ സാഹചര്യം RSSന് നിലവിലില്ല. ഇവിടെയാണ് ഏതോ പകർച്ചവ്യാധി പറ്റിയവരെ പോലെയാണ് RSSന്റെ നേതാക്കളെ കാണുന്ന വലിയ അപരാധമെന്ന മട്ടിലാണ് വാർത്തകളും മറ്റും ചമച്ച് മാധ്യമങ്ങൾ വലിയ പുള്ളികളാകാൻ ശ്രമിക്കുന്നത്. ഇവിടെ എന്താണ് ഈ RSSനെ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ RSSന്റെ നേതാക്കന്മാരെ കാണുന്നുണ്ട് തെറ്റെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കാരണം ഈ 1925 രൂപീകൃതമാകുകയും ഇപ്പോഴും ശക്തമായി തന്നെ മുൻപോട്ട് പോകുകയും ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നതിൽ 95% പേരും RSSകാരാണെന്നിരിക്കെ അവരുടെ നേതാക്കളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു മന്ത്രിയോ കാണുന്നതിൽ എന്താണ് തെറ്റ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. നമുക്കറിയാം RSSന്റെ ക്യാമ്പുകൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. കേരളത്തിലെ തന്നെ വിവിധ സ്കൂളുകളിലും മറ്റുമാണ്. അവിടങ്ങളിലൊക്കെ പോലീസ് ഓഫീസർമാർ വരും. അത് ഔദ്യോഗികമായിട്ട് വരുന്ന കാഴ്ചകൾ മാത്രമാണ്. ഇനി അനൗദ്യോഗികമായി തന്നെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആ പാർട്ടിയെ വളർത്തി വലുതാക്കിയ ഇല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം കയ്യിലെന്തെന്ന് RSS എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ നേതാവിനെയും കാണുന്നതിൽ എന്താണ് തെറ്റെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇത് ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിലാണ് പറഞ്ഞു വരുന്നത്. RSSുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അതെന്തോ വലിയ അപരാധമാണെന്നാണ്. സ്ലീപ്പർ സെല്ലുകൾ തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞ് തട്ടിമുട്ടി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇന്ന് കേരളം. ഒപ്പം തന്നെ അനവധി മതമൗലികവാദ സംഘടനകൾ പരസ്യമായി തന്നെ വെല്ലുവിളി നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിലാണ് ഒരു സാംസ്കാരിക സംഘടനയെ വളരെ ഭീതിജനകമായ രീതിയിൽ അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നത്. ഏതായാലും 2000 മുതൽ അല്ലെങ്കിൽ 2002 കാലഘട്ടം മുതൽ ഭ്രൂണം ശൂലമെന്നൊക്കെ പറഞ്ഞ് ഒരാളെ അധികാരത്തിൽ കയറ്റിയ ഇവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള തലക്കെട്ടുകളും വാർത്തകളും നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം RSS ഇന്ത്യയിൽ ഒഴിച്ചുകൂടപ്പെടാൻ കഴിയാത്ത ഇല്ലെങ്കിൽ വളരെ ശക്തമായ റൂട്ടുകളുള്ള ഒരു സംഘടന തന്നെയാണ്. ആ സംഘടനയെങ്കിലും കലാപം നടത്തിയതായിട്ടോ കൊലപാതകം നടത്തിയതായിട്ടോ വാർത്തകളോ ചരിത്രമോ കേസുകളോ ഇല്ല. ആ ഒരു സാഹചര്യത്തിൽ ആ സംഘടനയുടെ നേതാക്കന്മാരെ കാണുന്നതിൽ എന്താണ് തെറ്റെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു CPM നേതാവിനെ പുറത്താക്കിയത് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ നേതാവ് ആയ പ്രകാശ് ജാവേദ്കറെ കണ്ടതുകൊണ്ട് മാത്രമാണ്. പൊളിറ്റീഷ്യന്മാർ പലരെയും കാണാറുണ്ട്, സ്വാഭാവികമായ കാഴ്ചകൾ മാത്രമാണ്. അവിടെ ഒരു BJP നേതാവിനെ കണ്ടതുകൊണ്ട് മാത്രമാണോ EP ജയരാജൻ പുറത്തു പോയതെന്നുള്ളത് CPMകാർ തന്നെ ആലോചിക്കേണ്ട വിഷയമാണ്. ഏതായാലും അതിലേക്ക് കടക്കുന്നില്ല. പകരം RSSനെ ഇത്തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള വാർത്ത ചമയ്ക്കൽ, അതായത് RSSനെ കണ്ടു അതൊരു അപരാധമാണ് എന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. VD സതീശന് മറവിയില്ല എന്ന് മനസ്സിലാകുന്നു. രാജീവ് ഗാന്ധി അടക്കമുള്ളവർ RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്, ഒന്നല്ല പലവട്ടം. RSSന്റെ തലവൻ ബാലാസാബ് ദേവറസിനെ കണ്ട കഥകൾ പിന്നീട് ചരിത്രമായി മാറിയതെന്ന് നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയും കണ്ടിരുന്നു. പല കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്. കാരണം RSS ഇല്ലാതെ ഈ രാജ്യമില്ല, ഈ രാജ്യത്തിൻ്റെ മുമ്പോട്ടുള്ള ചലനവുമില്ല. അപ്പോൾ സ്വാഭാവികമായി രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ ഇല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ RSSന്റെ നേതാക്കന്മാരെ കാണുക പതിവാണ്. ഇനി മറ്റൊരു കാര്യം കൂടി, RSS അന്ധമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ചരിത്രമില്ല. കോൺഗ്രസിനെയും പിന്തുണച്ചിട്ടുണ്ട്, ചില ഇടങ്ങളിൽ ഈ LDFനെയും അവർ പിന്തുണച്ചിട്ടുണ്ട്. കാരണം അവരുടെ വലുത് അവരുടെ തത്വശാസ്ത്രമാണ്. ആ തത്വശാസ്ത്രത്തിനെ
പിന്തുണയേകുന്ന അല്ലെങ്കിൽ ആ തത്വശാസ്ത്രത്തിന് മുൻപോട്ട് പോകാൻ കഴിയുന്നവരെ ചില സമയങ്ങളിലൊക്കെ അവർ തിരിച്ചും സഹായിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള തലക്കെട്ടുകൾ ഇനിയെങ്കിലും നൽകാതിരിക്കുക. കാരണം അത് ഈ രാജ്യത്തുള്ള സംഘടനയാണ്, അല്ലാതെ പോപ്പുലർ ഫ്രണ്ട് പോലെയോ. പോപ്പുലർ ഫ്രണ്ടിനെ പോലും അങ്ങനെ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതായി കണ്ടിട്ടില്ല. അതാണ് വളരെ കൗതുകകരം. ഏതായാലും ഇതൊക്കെ പറയാനായി RSSകാർ പത്രസമ്മേളനം വിളിക്കില്ല. പറയേണ്ടവരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ ശരിയാകും? ഇത് തന്നെയാണ് ന്യൂസിൻ്റെ അമലാണ് ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.